ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും 1K സബ്സ്ക്രൈബർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ആസ് എ യൂട്യൂബർ നമ്മളെല്ലാവരും ആഗ്രഹം ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഞാൻ കുറേ ആയി എൻ്റെ ഒരു ചാനലിൽ 1000 സബ്സ്ക്രൈബ് ആവാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. വീഡിയോസ് ഇടുന്നുണ്ട്, ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു റീസൺ 5 മന്ത്സിലാണ് എൻ്റെ ചാനൽ പിന്നെയും ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഞാൻ ചാനൽ എൻ്റെ ഒരു യൂട്യൂബ് ജേർണി എന്ന് പറയുന്നത് സ്റ്റാർട്ടാകുന്നത് 2 years ബാക്കാണ് കേട്ടോ. അപ്പം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ടാകുന്നത്. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ യൂട്യൂബിലേക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴെങ്കിലും ഞാൻ തോന്നുമ്പോൾ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ യൂട്യൂബിൽ കണ്ടൻറ്റ് എങ്ങനെ ഇടണം, തംബ്നെയിൽ എങ്ങനെ സെറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, ഒന്നും എനിക്കറിയില്ലായിരുന്നു. ജസ്റ്റ് ഒരു ചാനൽ തുടങ്ങി. ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോ എൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ആയിരുന്നു. പക്ഷേ എന്തോ ഇതിൽ ആ ഒരു മേക്കപ്പ് വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 200 വ്യൂസൊക്കെ പോയി കേട്ടോ. അപ്പോൾ ആ ടൈം 200 വ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. സോ അങ്ങനെ ഞാൻ ആ സമയത്ത് ആക്റ്റീവേ അല്ലായിരുന്നു. എപ്പോഴെങ്കിലും വീഡിയോസ് ഇടാം 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടും. കാരണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, എൻ്റെ ലോങ് വീഡിയോ ഇപ്പോഴും 73 വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഇത് മേ ബി 74th വീഡിയോ ആയിരിക്കും ഈ ഒരു 1K സബ്സ്ക്രൈബർ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം അത്രയും സ്ലോ ആയിട്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു 5 മന്ത്സിൻ്റെ ഇടക്കാണ് ഞാൻ എൻ്റെ ചാനൽ ഗ്രോ ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് പിന്നെ അതിനും ജനിച്ചതിന് ശേഷം എൻ്റെ മോള് ജനിച്ചിട്ട് 3 മാസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ 5 മന്ത്സേ ആയിട്ടുള്ളൂ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നതോറും എനിക്ക് സബ്സ്ക്രൈബർ കൗണ്ട് ഒന്നുമില്ലെങ്കിൽ ഒരു 5 സബ്സ്ക്രൈബേഴ്സെങ്കിലും എനിക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ട്. സോ അങ്ങനെ അച്ചീവ് ചെയ്തതായിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ ഈ 5 മന്ത്സ് മുന്നേ ഉള്ള ആ ഒരു പീരീഡ് എന്ന് പറയുന്നില്ലേ, 2 years ബാക്ക്, ആ സമയത്ത് എനിക്ക് 250 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഈ 5 മാസത്തിൻ്റെ ഇടയിലാണ് ഇത്രയും ഹ്യൂജ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എനിക്ക് കൂടിയത്. 250 നിന്ന് 1000+ സബ്സ്ക്രൈബേഴ്സ് ആയത് ഞാൻ ആക്റ്റീവ് ആയതിന് ശേഷമാണ്. അപ്പം ഏതൊരു യൂട്യൂബർക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. ആക്ച്വലി 1000 സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ യൂട്യൂബ് ആക്ച്വലി ഞാൻ ഇപ്പം കുറച്ചായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഫുള്ളും അറിയില്ല. എന്നാലും യൂട്യൂബ് എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നതും കണ്ടൻറ് ഉണ്ടാക്കുന്നതും ഒക്കെ ഞാനാണ് കേട്ടോ. അപ്പം ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ്. കാരണം ആളെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്കൊരിക്കലും യൂട്യൂബ് തുടങ്ങാൻ വരെ പറ്റൂലായിരുന്നു. ആൻഡ് ഓൾസോ നിങ്ങളാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബർ കൗണ്ടും എൻ്റെ ചാനൽ ഗ്രോ ചെയ്യാൻ സഹായിച്ചതും നിങ്ങളാണ്. അപ്പം എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് നിങ്ങളോടാണ്. നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടും ആണ് എൻ്റെ ചാനൽ ഗ്രോ ചെയ്യുന്നത്. സോ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ ഇനിയും നിങ്ങൾ വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാനൽ മോണിറ്റൈസ് ആയോ എന്ന്. പക്ഷെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവാൻ കുറച്ചും കൂടി വ്യൂസ്, വാച്ച് ഹവേഴ്സ് എനിക്ക് ബാക്കിയുണ്ട്. സോ നിങ്ങൾ അതിലും എന്നെ സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഓൾസോ 1000 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ ഒരു അപ്ഡേറ്റിൽ 500 സബ്സ്ക്രൈബേഴ്സ് മതി എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയ സമയത്ത് 1000 സബ്സ്ക്രൈബേഴ്സ് മസ്റ്റാണ്. ആൻഡ് ഓൾസോ 4000 വാച്ച് ഹവേഴ്സാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ 3000 വാച്ച് ഹവേഴ്സ് മതി എന്നൊക്കെ ഉണ്ട്. സോ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. എനിക്ക് 3000 വാച്ച് ഹവേഴ്സ് ആവാൻ കുറച്ചും കൂടി ടൈമേ ഉള്ളൂ. കുറച്ചും കൂടി വാച്ച് ഹവേഴ്സേ ബാക്കിയുള്ളൂ. സോ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം.
പിന്നെ ഞാൻ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 1K സബ്സ്ക്രൈബർ ആയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ ക്ലാസ്സിന് പോകാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് താഴെ വന്ന സമയത്താണ് എൻ്റെ അനിയത്തി പറയുന്നത്, ഇത്താത്തൻ്റെ ചാനലിൽ 1K അടിച്ചോട്ടോ. ആ ടൈമിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നമ്മൾ സ്ക്രീനിൽ TV യിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് 1000 കഴിഞ്ഞോട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പം അതുകൊണ്ടാണ് 1010 നമ്മൾ പോപ്പറൊക്കെ പൊട്ടിച്ച് സെലിബ്രേറ്റ് ചെയ്തത്. ആ വീഡിയോസാണ് നിങ്ങൾ കണ്ടത്. അപ്പം അങ്ങനെ ഓക്കെ ഗൈസ്. അപ്പം 1000 സബ്സ്ക്രൈബർ ആയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ചെയ്യുന്നുണ്ട്. സോ ഗിവ് അവേയിൽ പങ്കെടുക്കുന്ന എല്ലാവരും 3 സ്റ്റെപ്സ് മാത്രമേ ഫോളോ ചെയ്യേണ്ടുള്ളൂ. ആൻഡ് ഗിവ് അവേ എന്താണെന്ന് വെച്ചാൽ 1000 റുപ്പീസാണ് ഞാൻ ഗിവ് അവേ ചെയ്യുന്നത്. ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർ 3 സ്റ്റെപ്പ് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. എൻ്റെ ഈ ഒരു ചാനൽ റാണിയാസ് വ്ലോഗ് എന്ന ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ആൻഡ് ഓൾസോ ഈ ഒരു 1K സബ്സ്ക്രൈബറിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് ഓൾസോ 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാ ID നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ. ആൻഡ് ഓൾസോ നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ റാൻഡം ക്ലിക്കറോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ലൈവായിട്ട് നിങ്ങൾക്ക് ലോട്ട് ഇട്ടിട്ടായിരിക്കും നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്യുന്നുണ്ടാവാം. കാരണം നമ്മൾ മൊബൈലിലോ ലാപ്പിലോ ഒന്നും റാൻഡം ക്ലിക്കറിലല്ല ചെയ്യുന്നത്. ഈ ഓരോ കമൻറ്റിലെ പേരുകൾ നമ്മൾ സെപ്പറേറ്റ് എഴുതിയിട്ട് നമ്മളൊരു ലോട്ട് ഇട്ടിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ തന്നെ ലൈവായിട്ടായിരിക്കും നമ്മൾ ഗിവ് അവേ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ലക്കി വിന്നറിന് 1000 റുപ്പീസ് നമ്മൾ അക്കൗണ്ടിലോ അല്ലെങ്കിൽ അക്കൗണ്ട് എന്തായാലും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരെ അക്കൗണ്ടിലേക്ക് നമ്മൾ പേഴ്സണലി 1000 റുപ്പീസ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. സോ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുട്ടി 1K സെലിബ്രേഷൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ഇനി സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ബൈ ബൈ.